അവിടുന്ന് ഇപ്പൊ എന്നതാണേലും കിട്ടുന്നത് നമുക്ക് രണ്ടുപേർ കൂടി അങ്ങ് വീതിക്കാം. എനിക്ക് ചേട്ടനോടൊരു പ്രണയമില്ല. ഇതാരാന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ പറയാം, ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇത് ആറാടുകയാണ്. പുള്ളിയുടെ കാര്യം കോമഡിയാണ്. പുള്ളി കാണുന്ന പെമ്പിള്ളാരോടൊക്കെ പുള്ളിക്ക് ക്രഷാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്. പുള്ളിക്ക് അവരെ കല്യാണം കഴിക്കണം. എന്തെങ്കിലും കഴിക്കണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പുള്ളിക്ക് ഏത് പെണ്ണ് ഇഷ്ടപ്പെട്ടാലും അപ്പം പുള്ളി ലൈവ് വന്നിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടും. എനിക്ക് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആ പെണ്ണിന്റെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടമാണ്, തിരിഞ്ഞേക്കുമ്പോ സെക്കൻഡ് ഹാഫ് ഇഷ്ടമാണ്. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ. പഠിക്കാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് നല്ല ക്രഷ് ഉണ്ട്, കൂടുതൽ അറിയാൻ വിളിക്കുക. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. നല്ലതാ, എനിക്കൊന്ന് കണ്ണു തെളിയാൻ ഇത് നല്ലതാ ദേവട്ടാ. ഞാൻ സന്തോഷ് വർഗി റെസ്പെക്ട് ചെയ്യുന്നു. ആ റെസ്പെക്ടോടുകൂടിയാണ് പറയുന്നത്. എനിക്ക് ചേട്ടനോടൊരു പ്രണയമില്ല, താല്പര്യമില്ല. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പറയുന്ന ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു ഫ്രണ്ടായിട്ടും കാണാൻ താല്പര്യമില്ല. പക്ഷെ എനിക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് തരണമായിരുന്നു. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഫ്രണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണാമല്ലോ, ബ്രദറായിട്ട് പോലും കാണാമല്ലോ. ആണെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു ബ്രദർ ഉണ്ട്. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. എനിക്ക് 3 ഏട്ടന്മാരുണ്ട്. 2, 3, 5 കൊല്ലം ഞാൻ ഈ ലവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. ഫോൺ കോണ്ടാക്ട് നോ, താല്പര്യമില്ല. തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? ഇയാള് കുറെ നേരമായിട്ട് എന്നെ പെയിൻഫുൾ. ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഫേസ്ബുക്കിൽ പോയിട്ട് ലൈവ് ഇട്ട് മെഴുകുന്നു. ജോങ്കോ സ്പേസ് അങ്കർ ഇൻസൾട്ടഡ് മീ. കൊല്ല് ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. ഇങ്ങനെ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. കാര്യം നമുക്ക് എന്റർടൈൻമെന്റ് ആണെങ്കിൽ ഇതൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെര നിറഞ്ഞു നിന്ന് പോയേ ഉള്ളൂ. ഉള്ള മൂടും പോയി. ട്രാക്ക് മാറ്റി